الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. ഇന്നലെ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് കുറച്ചും പറഞ്ഞു. അപ്പോൾ ലൈലത്തുൽ ഖദർ അത് അവസാനത്തെ 10 പ്രതീക്ഷിക്കണം. ഒറ്റയായ രാത്രിയിലാണ്, പ്രത്യേകിച്ചും 27ാമത്തെ രാത്രിയിലാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദർ 27ന്റെ രാത്രിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ രാത്രി, ആ രാത്രി ഫുള്ളു ഹയാത്താക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ആ നിലക്ക് ആ രാത്രി ദിക്ർ കൊണ്ട്, ഖുർആൻ കൊണ്ട്, സുന്നത്ത് നിസ്കാരം കൊണ്ട് ഹയാത്താക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സുബഹിത്തോളം നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അതേപോലെ ദിക്ർ ചെല്ലാൻ കഴിയൂല. പല രോഗികളും ഉണ്ടാകും, പല പ്രയാസക്കാരും ഉണ്ടാകും. അപ്പൊ അവർക്കും ലൈലത്തുൽ ഖദർ ഹയാത്താക്കിയതിന്റെ പ്രതിഫലം വേണ്ടേ? അവർക്കും ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കിയതിനുള്ള സവാബ് കിട്ടണ്ടേ? അത്രയും രോഗികൾ സുബഹി വരെ അവർ എങ്ങനെ ഹയാത്താക്കും? അപ്പോ അത്രയും കഴിവില്ലാത്ത ആളുകൾക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ഇമാം സ്വാദിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ജാവു ഒരാൾക്ക് നിസ്കരിക്കാനും മറ്റു ഇബാദത്തുകൾ ചെയ്യാൻ പ്രയാസമുള്ളവൻ, കഷ്ടപ്പാടുള്ളവൻ, അവൻ ചെറിയ ഇബാദത്ത് ചെയ്തിട്ട് വലിയ കൂലി സമ്പാദിക്കട്ടെ, വലിയ പ്രതിഫലം സമ്പാദിക്കട്ടെ, ആ സുബഹി വരെ ഇബാദത്ത് ചെയ്തവർക്കുള്ള കൂലി അവരും സമ്പാദിക്കട്ടെ. അതെങ്ങനെ? ഒന്ന്, ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി ആർക്കും ഓതാമല്ലോ. അത് അന്നഹ അഫ്ളലു ആയത്തുൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതുക. അതേപോലെ ആമന റസൂൽ, ഈ ആയത്ത് ഓതുക. ഈ ഒരാള് രാത്രിയിൽ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ മൻ ഖാമ ബിഹിമ ഫീ ലൈലത്തിൻ കഫതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആമന റസൂൽ, അതേപോലെ ആയത്തുൽ കുർസി, ഇതുപോലെയുള്ള ആയത്തുകൾ രാത്രിയിൽ ഓതിയാൽ അവനിക്കത് ധാരാളം മതിയാകും, അവനിക്ക് ധാരാളം അത് അനുഗ്രഹമാകും, അത് തന്നെ ധാരാളം മതിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സൂറത്തുൽ കാഫിറൂൻ, ഇഖ്ലാസ് സൂറത്ത്, ഇതെല്ലാം ഓതുക. സൂറത്തുൽ കാഫിറുൻ അന്നഹാ തഅദിഹു നിസ്ഫൽ ഖുർആൻ, ഖുൽ കാഫിർ സൂറത്ത് 4:1 അല്ലേ, അന്നഹാ തഅദിലു നിസ്ഫുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ കാഫിർ ഓതുക, അത് ഖുർആന്റെ 4:1 സമമാണ്, ഖുർആന്റെ 4ന്റെ ഒരു ഭാഗത്തിന് സമമാണ്. അതേപോലെ സൂറത്തു ഇഖ്ലാസ് ഓതുക, അത് തഅദിലു സുലുസു, ഖുർആന്റെ 3:1 സമമാണ്. അതേപോലെ സൂറത്ത് യാസീൻ ഓതുക, അന്നഹാ ഖൽബുൽ ഖുർആനി വഅന്നഹാ ലിമാ ഖുരിഅത് ലഹു, സൂറത്ത് യാസീൻ ഖുർആന്റെ ഹൃദയമാണ്, ഖുർആന്റെ ഖൽബാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ സൂറത്ത് യാസീൻ ഓതുന്നത്, അത് അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കും. അതേപോലെ ഇസ്തിഗ്ഫാർ, തസ്ബീഹ് അധികരിപ്പിക്കുക, അതേപോലെ തഹ്ലിൽ അധികരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് അധികരിപ്പിക്കുക, ഇങ്ങനെയുള്ള ധാരാളം ദിക്ർ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മഗ്രിബും ഇശായും ജമാഅത്തായി നിസ്കരിച്ചെങ്കിൽ ലൈലത്തുൽ ഖദർ അവനിക്ക് എന്താവും, അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിച്ചവന് ലൈലത്തുൽ ഖദറിൽ നിന്നുള്ള പൂർണ്ണ വിജയം നേടിയെടുക്കാൻ കഴിയും. അപ്പോ അത്രയെങ്കിലും മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിക്കുക. അത് മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരാള് 3 വട്ട ചൊല്ലുകൊണ്ടാതിക്കൽ, അത് 3 വട്ടം ഒരാൾ പറഞ്ഞാൽ അവനക്ക് ലൈലത്തുൽ ഖദറിന്റെ ആ പ്രതിഫലം സമ്പാദിക്കാൻ കഴിയും. ഏതാണ് ആ 3 വട്ടം പറയേണ്ട ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ
വറബ്ബിൽ അർശിൽ അളീം. ഈ ദിക്ർ 3 വട്ടം ഒരാൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ചൊല്ലിയാൽ അവനിക്ക് ലൈലത്തുൽ ഖദറിന്റെ ആ പ്രതിഫലം അവനിക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അളീം ഈ ദിക്ർ 3 വട്ടം ചൊല്ലുക. ഇത് ലൈലത്തുൽ ഖദറിന്റെ രാത്രി മാത്രമല്ല, അല്ലാത്ത ദിവസത്തിലും പറയൽ സുന്നത്താണ്. അതേപോലെ ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത്തുൽ ഖദ്റിനെ ഒരാൾ വിശ്വസിച്ചിട്ട് ലൈലത്തുൽ ഖദ്റിൽ 1000 മാസത്തിനേക്കാളും പ്രതിഫലം അല്ലാഹു തരും. ആ വിശ്വാസത്തോടു കൂടി ഒരാൾ 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ 3 തവണ ചൊല്ലിയാൽ ഗഫറല്ലാഹു ലഹു ബിവാഹിദത്തിൻ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവന്റെ ദോഷത്തെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ലൈലത്തുൽ ഖദ്റിൽ സുബ്ഹി വരെ നിൽക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, രോഗികളുണ്ടെങ്കിൽ, പ്രയാസമുള്ളവരുണ്ടെങ്കിൽ ഈ ദിക്ർ പറയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വട്ടം ചൊല്ലിയാൽ അവന്റെ ദോഷത്തെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. വനജാഹു മിനൻ നാരി ബിവാഹിദത്തിൻ, രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നരകത്തിൽ നിന്നിട്ട് അല്ലാഹുവിനെ രക്ഷപ്പെടുത്തും. ഒന്നാമത്തെ കൊണ്ട് ദോഷത്തെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നരകത്തിൽ നിന്നിട്ട് അല്ലാഹുവിനെ രക്ഷപ്പെടുത്തും. അതേപോലെ മൂന്നാമത്തെ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഈ ദിക്ർ ധരിപ്പിക്കുക വലിയ പ്രതിഫലമുള്ളതാണ്. അതേപോലെ ആയിഷ ഉമ്മ കേട്ടില്ലേ, എനിക്ക് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണെന്ന് ബോധ്യപ്പെട്ട് ഞാൻ എന്ത് ചൊല്ലണോ? അപ്പൊ പറഞ്ഞു കൊടുത്തു മുത്തുനബി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ആ ദിക്ർ ചൊല്ലുക. അതേപോലെ അന്നത്തെ രാത്രി ധാരാളം ദിക്ർ ചൊല്ലുക, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദിക്റാണല്ലോ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അബ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്. ഈ ദിക്ർ ചൊല്ലുക. ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റാണ്. ഈ ദിക്ർ ഒരാൾ പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വലിയ മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അബ്ദിക വവഅദിക മസ്തതഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ സയ്യിദ് ഇസ്തിഗ്ഫാർ ഒരാൾ പറഞ്ഞെങ്കിൽ ഇപ്പോ സുബ്ഹിന്റെ സമയത്ത് നല്ല വിശ്വാസത്തോടുകൂടി അവൻ പറഞ്ഞാൽ അന്നത്തെ ദിവസത്തിൽ അവൻ മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കും. അതേപോലെ രാത്രി ഒരാൾ പറഞ്ഞു സുബഹിയാകുമ്പോൾ പക്ഷെ മരിച്ചെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടക്കും. അപ്പൊ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഈ ഇസ്തിഗ്ഫാർ അന്നത്തെ രാത്രി അധികരിപ്പിക്കുക. അതേപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ ദിക്ർ ചൊല്ലുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾക്ക് വസിയത്തായിട്ട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ് ഇത്. അതേപോലെ എന്നും ബാക്കിയാകുന്ന സ്വാലിഹായിരിക്കുന്ന അമലാണ് ഈ ദിക്ർ. അതേപോലെ മുത്തുനബിന്റെ മേലെ സ്വലാത്ത് അധികരിപ്പിക്കുക. എന്തും തീരിയില്ലെങ്കിൽ മുത്തുനബിന്റെ മേലെ സ്വലാത്തുകൾ. അതേപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതേപോലെ നല്ല വിശ്വാസത്തോടു കൂടി നല്ല നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 വട്ടം അത് പറയുക. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അളീം, ഈ ദിക്ർ പറഞ്ഞാൽ അവനിക്ക് ലൈലത്തുൽ ഖദ്ർ സമ്പാദിക്കാൻ കഴിയുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ ഞങ്ങളെ വക്കൽ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, അന്നത്തെ രാത്രി ആ സൂറത്ത് ധാരാളം ഓതുക. ഈ സൂറത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. ഈ ആയത്ത് ധാരാളം ഓതുക. ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ധാരാളം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, മൻ അഖദ തുറാബൽ ഖബ്രി ഹാല ദഫൻ, ഒരാള് ഒരു മയ്യത്ത് മരിച്ചെങ്കിൽ ദഫൻ ചെയ്യുന്ന സമയത്ത് അതാ ഒരു പിടി മണ്ണെടുത്തിട്ട് ആ മണ്ണിൽ ഇന്ന അൻസൽനാഹു സൂറത്ത് ഓതിയെങ്കിൽ, ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു, എൻ്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ വെക്കുന്ന സമയത്ത് ഒരു പിടി മണ്ണെടുത്തിട്ട് എന്താക്കി, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ 7 വട്ട ഓതിയ, എത്ര വട്ട? 7 വട്ട ഓതിട്ട് ഊതിയെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ചൊല്ലേ, വജഅലഹു മഅൽ മയ്യത്തി ഫീ കഫനിഹി ഔ ഖബരിഹി, അങ്ങനെ 7 വട്ട ഊതിട്ട് ആ മയ്യത്തിന്റെ കഫൻ തുണില അല്ലെങ്കിൽ ആ മയ്യത്തിന്റെ ഖബറില ആ മണ്ണ് വെച്ചെങ്കിൽ ലം യുഅസ്സബു ദാലിക്കൽ മയ്യത്തു ഫിൽ ഖബർ, ഖബറിൽ ആ മയ്യത്തിന് ശിക്ഷിക്കപ്പെടുകയില്ല. ആ ഖുർആൻ ഓതിയ ആ സൂറത്ത് ഇന്നാ അൻസൽന ഓതിയ ലൈലത്തുൽ ഖദ്റിന്റെ ആ സൂറത്ത് ഓതിയ ആ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ മയ്യത്തിന്റെ ശിക്ഷയെ അള്ളാഹു ലഘൂകരിക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലൈലത്തുൽ ഖദ്ർ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ രാത്രി അള്ളാഹു അവന്റെ മലക്കുകളെ ഇറക്കും. അതേപോലെ തന്നെ റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇറങ്ങി വരുമെന്നുണ്ട്. അതേപോലെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇറങ്ങി വരുന്നു എന്നുണ്ട്. അക്കൂട്ടത്തിൽ പറയുന്നു, അന്നഹു റൂഹുൽ അഖ്രിബാഇ മിനൽ അംവാത്തി, ആ റൂഹ് എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ കുടുംബത്തിന്റെ റൂഹുകളാണ് ഇറങ്ങി വരുന്നത്. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ റൂഹുകൾ ഇറങ്ങി വരും. അവർ റബ്ബിനോട് പറയും, യാ റബ്ബന ഇദല്ലനാ ബിന്നുസൂരി മനാസിലന ഹത്താ നറാ ഔലാദന വഇയാലന. ലൈലത്തുൽ ഖദ്റിന് അള്ളാഹുവോട് സമ്മതം ചോദിക്കും, അള്ളാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിൽ ഇറങ്ങാൻ സമയം തരണം, ഞങ്ങളെ കുടുംബങ്ങളെ കാണണം, ഞങ്ങളെ മക്കളെ കാണണം. അങ്ങനെ ആ റൂഹുകളും ഇറങ്ങി വരും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. എന്നിട്ട് തസദ്ദഖു അലൈനാ ഫി ഹാദിഹിൽ ലൈലത്തി ബിസ്വദഖത്തിൻ ഔ ലുഖ്മത്തിൻ ഫഇന്നാ മുഹ്താജൂന ഇലൈഹാ. അവർ പറയും, ഞങ്ങളെ പേരിൽ നിങ്ങൾ സ്വതക്ക ചെയ്യണം, ഞങ്ങളെ പേരിൽ നിങ്ങൾ സ്വതക്ക ചെയ്യണം, അതേപോലെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞങ്ങൾക്ക് എന്താക്കണം, ഈ സ്വതക്കയുടെയും ദുആന്റെയും ആ കൂലി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനി ഒരു പക്ഷേ ഫഇൻ ബഖിൽതും ബിഹാ, നിങ്ങൾ സദഖ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ സദഖ ചെയ്യാൻ നിങ്ങൾ ബഖീൽത്തരം കാണിക്കുന്നുവെങ്കിൽ ഫദ്കുറൂനാ ബിറകഅത്തൈനി ഫി ഹാദിഹിൽ ലൈലത്തുൽ മുബാറക, ഈ ഇന്നത്തെ ലൈലത്തുൽ ഖദ്റിന്റെ ജാവ് 2 റക്അത്ത് നിസ്കരിച്ചിട്ടെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മരിച്ചുപോയ കുടുംബങ്ങളുടെ അർവാഹുകൾ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഇറങ്ങി വന്നിട്ട് പറയുമെന്ന് അതാ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മരിച്ചു പോയവരെ പേര് സദഖ ചെയ്യൽ സുന്നത്തുണ്ട്. അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് എല്ലാം അവർക്ക് എത്തും, അത് എല്ലാം എത്തും. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മരിച്ചുപോയവർക്ക് വേണ്ടി അന്നത്തെ രാത്രി പ്രത്യേകം ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ഖുർആൻ ഓതണം. അങ്ങനെ ഖുർആൻ ഓതിയാൽ അവരെ ഖബറിലേക്ക് എത്തും. അതല്ലേ സ്വാലിഹുൽ മുദ്ദി റളിയല്ലാഹു അൻഹു, ബസ്ര നാട്ടിലുള്ള ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബസ്ര പള്ളിയിലുള്ള ജുമഅത്ത് പള്ളിയിലുള്ള ഖബർസ്ഥാനിലേക്ക് ഞാൻ പോയി. എന്നിട്ട് ആ ഖബറാളികളെ ഞാൻ സിയാറത്ത് ചെയ്തു. ആ സിയാറത്ത് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഭാഗത്ത്
ഈ ഖബറുമായിട്ടുള്ള വിഷയം ചിന്തിച്ച് ഒരു ഭാഗത്തിരുന്നു. ആ ഇരുന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നു പോയി. ആ ഉറക്കില് ഖബറാളികൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അള്ളാഹു കാണിച്ചു തന്നു. എല്ലാ ഖബറുള്ള ആളുകളും പുറത്തു വന്നിട്ട് നല്ല സന്തോഷത്തിലും റാഹത്തിലാണ്. അപ്പോഴാണ് റഹ്മത്തിന്റെ മലായികകൾ വന്നുകൊണ്ട് അവരെ കയ്യിൽ എന്തോ ഒരു പൊതി പോലത്തൊരു സാധനം, വലിയൊരു തളികയില് വലിയൊരു പ്ലേറ്റില് ഒരു പൊതി പോലത്തെ സാധനം തുണി കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട്. നല്ല പ്രകാശിക്കുന്ന നല്ല ഒരു പ്ലേറ്റിൽ എന്തോ ഒരു പൊതി പോലത്തെ സാധനമുണ്ട്. ഈ ഖബറാളികൾ എല്ലാവരും ആ പൊതിയെ സ്വീകരിച്ചുകൊണ്ട് അവരെ ഖബറിലേക്ക് പോകുന്നു. ആ കൂട്ടത്തിലാണ് ഒരു ബാലക്കാരൻ ഖബറിന്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. പഴയ ഒരു തുണി ഉടുത്തിട്ട് ഇങ്ങനെ ബേജാറിരിക്കുകയാണ്. അവനൊന്നും മേങ്ങാൻ ആ മലപ്പുറത്തേക്ക് പോകുന്നില്ല. ഞാൻ ചോദിച്ചു, അല്ല മനുഷ്യ, നീ ആരാ? ഇതെന്താണ് കാണുന്നത്? അപ്പോൾ പറഞ്ഞു, അതെല്ലാം ഹദിയകളാണ്. എല്ലാ ജുമാ ദിവസവും മരിച്ചുപോയ കുടുംബക്കാർ, ഒരു മക്കള്, ഒരു ഉമ്മ ബാപ്പ, ആ മരിച്ചുപോയവർക്ക് ചെയ്ത സ്വതക്കകളും അവർക്ക് ഓതിയ ഖുർആനും ഓത്തുകളും അതിന്റെ സവാബാണ് അവർ വാങ്ങിക്കൊണ്ടുപോകുന്നത്. അതേ സമയത്ത് എന്നെ ഓർക്കാൻ, എന്റെ പേരിൽ സ്വതക്ക ചെയ്യാൻ, എന്റെ പേരിൽ ഖുർആൻ ഓതാൻ എനിക്ക് ആരും ഇല്ല. കാരണം ഞാൻ എന്റെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ വാപ്പ മരിച്ചുപോയി. എന്റെ ഉമ്മ രണ്ടാമതൊരു കല്യാണം കഴിച്ച് ആ ഉമ്മ നല്ല നിലയ്ക്ക് രണ്ടാമത്തെ പുതിയാപ്പിളയും മക്കളുമായിട്ട് ജീവിക്കുകയാണ്. എന്നെ ഓർക്കാൻ ഉമ്മ മറന്നുപോയി. ഉമ്മക്ക് എന്റെ ഓർമ്മയില്ല. എനിക്കാരും ഹദിയ ചെയ്യുന്നവർ ഇല്ല എന്ന സങ്കടം പറഞ്ഞപ്പോൾ സ്വാലിഹുൽ മുരീ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്കിൽ മോനെ, നിന്റെ പുര എവിടെയാണ്? നിനക്ക് ഉമ്മയുണ്ടോ? ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് മറ്റൊരു പുതിയാപ്പിളയും മക്കളുമായിട്ട് സന്തോഷത്തിൽ ജീവിക്കുകയാണ്. ആ സ്വാലിഹുൽ മുരീ റളിയല്ലാഹു അൻഹു ഇശാറത്തായി അങ്ങനെ ആ ഉമ്മാന്റെ വീടന്വേഷിച്ച്, ആ ചെറുപ്പക്കാരുടെ പുര അന്വേഷിച്ച് പോയപ്പോൾ ആ ഉമ്മയെ കാണുന്നു. കണ്ടപ്പോൾ ഉമ്മയോട് സ്വാലിഹുൽ മുരീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ മോന്റെ സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഇന്നലെ ഖബർ സിയാറത്ത് ചെയ്ത് അവിടെ ഒരു ഭാഗത്ത് കടന്നുറങ്ങിയപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ കണ്ടു മരിച്ചു പോയ ഞങ്ങളെ മോനെ. വല്ലാത്ത ബേജാറിലാണ്. ആ മോന് പറഞ്ഞ്, എനിക്ക് ആരക്കാൻ ആരുമില്ല, എന്റെ ഉമ്മയാണെങ്കിൽ മറന്നുപോയിട്ടുണ്ട്. അപ്പോഴാണ് ആ ഉമ്മ പൊട്ടിക്കരയുന്നത്. രണ്ട് കണ്ണിടും ധാരധാരയായി വെള്ളം മുറ്റി ആ ഉമ്മ പറഞ്ഞു, അതേ ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട മോനാണ്. ഞാൻ ചെറിയ കിടാവിരിക്കുമ്പോൾ നല്ലോണം ആ മോനെ വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ മോൻ മരിച്ചുപോയി. അതുകൊണ്ട് എന്റെ മോനിക്ക് സുഖം കിട്ടാൻ, എന്റെ മോനെ സന്തോഷിപ്പിക്കാൻ 1000 ദിർഹം എടുത്തുകൊണ്ട് സ്വാലിഹുൽ മുരീ റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. ഇത് എന്റെ മോന്റെ പേര് സദഖ ചെയ്യണം. ഇനി ആ മോനെ ഞാൻ ഓർമ്മിക്കും, ആ മോനിക്ക് വേണ്ടി ദുആ ചെയ്യും, ആ മോനിക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്യുമെന്ന് ആ ഉമ്മ പറഞ്ഞു. സ്വാലിഹുൽ മുരീ റളിയല്ലാഹു അൻഹു അത് മുഴുവനും സദഖ ചെയ്ത് അടുത്ത ജുമാ ദിവസമാകുമ്പോൾ വീണ്ടും സിയാറത്ത് ചെയ്ത് അവിടെ കടന്നുറങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരനും ആ മരക്കൂടെ കയ്യിൽ നിന്നിട്ട് ആ സദഖ സ്വീകരിക്കുകയാണ്. കണ്ടപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഖൈറിനെ പ്രതിഫലം ഖൈർ നൽകുമാറാകട്ടെ. എന്റെ കാര്യം ഉമ്മയോട് പറഞ്ഞപ്പോൾ ആ ഉമ്മ എന്റെ പേരിൽ സദഖ ചെയ്തപ്പോൾ അള്ളാഹു എനിക്കും അതിന്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മരിച്ചവർക്ക് വേണ്ടി ഹദ്യ ചെയ്യണം, ഖുർആൻ ഓതണം. ഏറ്റവും നല്ലൊരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ രാത്രി. ധാരാളം സദഖ ചെയ്യുക, അവരെ പേരിൽ ഖുർആൻ ഓതുക. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരും സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. അതേപോലെ തസ്ബീഹ് നിസ്കാരം ആരും മറന്നു പോകരുത്. തസ്ബീഹ് നിസ്കാരം എല്ലാവരും നിർവഹിക്കണം. വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.